ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻദ ഇഖാമത്തിസ് സ്വലവാത്തിൽ മക്തൂബാ, ഫർദ് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഉടനെ ഉള്ള സമയത്ത് നീ ദുആ ചെയ്തു കൊള്ളണേ. ഫർദ് നിസ്കാരം കഴിഞ്ഞ് മൂടും തട്ടി എഴുന്നേറ്റ് പോവലല്ല ഒരു മുഅ്മിനിന്റെ ഉത്തരവാദിത്തം. ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഉടനെ നീ ചെയ്യുന്ന ദുആക്ക് മറുപടി ഉണ്ട്, ഇജാബത്തുണ്ടെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് നീ ദുആ അധികരിപ്പിക്ക്, ദുആയിൽ നീ വ്യാപൃതനാക്, അല്ലാഹു നിനക്ക് മറുപടി തരുമെന്നാണ് ഹബീബ് തങ്ങൾ പഠിപ്പിക്കുന്നത്. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷമുള്ള എല്ലാ സമയങ്ങളിലും നിങ്ങൾ ദുആയിലായിരിക്കണം, ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാമും ജമാഅത്തുമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ദിക്റുകളും ആ സമയത്തുള്ള പ്രധാനപ്പെട്ട ദിക്റുകൾ സ്വലാത്തുകളെല്ലാം കഴിഞ്ഞ് ഇമാമു ദുആ ചെയ്യുമ്പോൾ ഇമാമിന്റെ കൂടെ ആമീൻ പറയണം. കാരണം ഇമാമു ദുആ ചെയ്യുന്ന ദുആ ആമായിട്ടുള്ള ഹബീബായ തങ്ങളെ ശ്രദ്ധേയമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ശ്രേഷ്ഠമായ ഖുർആന്റെ വചനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ദുആകൾ, അതിന് ആമീൻ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറഞ്ഞ നേരം, വളരെ ശ്രേഷ്ഠമായ ആ നേരം, എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിവായി കുറഞ്ഞ നേരം നമ്മൾ നല്ലവണ്ണം ദുആ ചെയ്യണം, നല്ലവണ്ണം ദുആ ചെയ്യണം. ആ സമയത്ത് നമുക്ക് ഇജാബത്തുണ്ട് എന്ന് പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ഒന്നുകിൽ ഇമാമ് ദുആ ചെയ്ത് ആമീൻ പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് പോകും. നമുക്ക് നമ്മുടേതായ എന്തെല്ലാം കാര്യങ്ങൾ സഹോദരങ്ങളെ ചോദിക്കാനുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ധാരാളം സമയങ്ങളുണ്ട്. അദ്ദുആഉ ബൈനൽ അദാനി വൽ ഇഖാമാ, അദ്ദുആഉ ബൈനൽ അദാനി വൽ ഇഖാമാ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ദുആ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയത്തുള്ള ദുആ. പള്ളിയിൽ വന്നു, ബാങ്ക് കേട്ടു, അവിടെ ഇരിക്കാൻ. ആ സമയത്ത് നമ്മൾ അവിടെ എവിടെയെങ്കിലും നടന്നു ഉലാത്താതെ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കാതെ, പള്ളിയിൽ കയറിയെന്ന് ഭൗതികമായ കാര്യം സംസാരിക്കാതെ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യ്. നിങ്ങളെ കൊല്ലങ്ങളോളമുള്ള ഇബാദത്തുകൾ പൊളിഞ്ഞു പോകും. പള്ളിയിൽ കയറിയിരുന്ന് നിങ്ങൾ ഭൗതികമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ. നമ്മൾ അതിലൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥകളാണ്. വളരെ ഗൗരവപൂർവ്വം ഞാൻ നിങ്ങളോട് പറയാൻ. ആ സമയത്ത് നിങ്ങൾ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചു, 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു, 2 റക്അത്ത് വുളൂവിന് വേണ്ടിയുള്ള നിയ്യത്ത് വെച്ച് നിസ്കരിച്ചു. ഇതെല്ലാം നിയ്യത്ത് വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് നിങ്ങൾ സലാം വീട്ടിയതിനു ശേഷം ഇഖാമത്ത് വരെ നിങ്ങൾക്ക് ചൊല്ലാനുള്ള ദിക്റുകളൊക്കെ ചൊല്ലി, എന്നിട്ട് നിങ്ങൾ നല്ലവണ്ണം ദുആ ചെയ്യ സഹോദരാ. അല്ലാഹു ഒരിക്കലും തള്ളൂല്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ അശ്രദ്ധരാണ്, നമ്മൾ ആ സമയത്ത് ദുആ ചെയ്യുന്നില്ല. മഴ പെയ്യുമ്പോൾ അശ്രദ്ധമാകുന്നത് പോലെയുള്ള അശ്രദ്ധമാണ്. അപ്പൊ അതിന് നേരത്തെ ഒന്ന് തയ്യാറാവുക. നിസ്കാരത്തിന് മുമ്പേ, ബാങ്ക് കേൾക്കുന്നതിന് മുമ്പേ ഒതുവെടുത്ത് റെഡിയാവുക. ബാങ്ക് കേട്ട ഉടനെ നിസ്കരിക്കുക, എന്നിട്ട് ദുആ ചെയ്യുക. നമ്മൾ അങ്ങനെ ചെയ്തു നോക്കിയേ, നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള പരാജയങ്ങളും എല്ലാ വിഷയങ്ങളും മാറി സമാധാന അന്തരീക്ഷം അല്ലാഹു നമുക്ക് തരും എന്ന് പറഞ്ഞത് മഹാന്മാരായ ഉലമാക്കളാണ്. നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ ആ സമയങ്ങൾ പോലും സംസാരിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടകരമായ കാര്യമല്ലേ സഹോദരങ്ങളെ? സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളതും അതാണ്. നമ്മൾ തിരക്കുകളെല്ലാം ആ സമയത്ത് മാറ്റിവെച്ച് നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ എഴുന്നേറ്റ് ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും ദുആ ചെയ്യണം. നമ്മൾ ചാടി വരും, സുന്നത്തൊന്നുമില്ല, പെട്ടെന്ന് ഫർദ് നിസ്കരിച്ച് യാ അല്ലാഹ് അടുത്ത പണിക്ക് പോകും. അതല്ല വേണ്ടത്, അതല്ല വേണ്ടത് പ്രിയപ്പെട്ട സഹോദരിമാര്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ അറഫാ ദിവസം, അറഫാ ദിവസത്തെ ദുആ അല്ലാഹു തള്ളൂല്ല. ഹബീബായ തങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മാ റുഅയ ശൈത്താനു യൗമാ
هو فيه أصغر ولا أدخر ولا أحقر ولا أغيض في يوم عرفة. അറഫാ ദിവസത്തെക്കാൾ പിശാച് നിന്ദ്യനായി, നിസാരനായി, ചെറിയവനായി, ഭയപ്പെട്ടവനായി ഓടുന്ന രംഗം അറഫാ ദിവസത്തെക്കാൾ മറ്റൊരു ദിനവും ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്തുള്ള ദുആ ഉറപ്പായിട്ടും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അല്ലാഹു ഉറപ്പായിട്ടും ആ ദുആ സ്വീകരിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ ഹാലത്തു സുജൂദ് അജ്ദറു ബിൽ ഇജാബ. ഹാലത്തു സുജൂദ്, സുജൂദിൽ കിടക്കുന്ന സമയങ്ങളിലെല്ലാം, സുജൂദിൽ കിടക്കുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞാൽ അഖറബുമായ യകൂനുൽ അബ്ദ്, ഒരു അടിമ തന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ഇന്റിമസി, ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് ആകുന്നത്, ഒരു അടുപ്പമുള്ള കൂട്ടുകാരൻ, ഒരു അടുപ്പമുള്ള അടിമ, ഒരു അടുപ്പമുള്ള സാഹചര്യം, സന്ദർഭം ഉണ്ടാകുന്നത് സുജൂദിന്റെ സമയത്താണ്. ആ സമയത്ത് നമ്മൾ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ കിടന്നിങ്ങനെ കരയുകയാ. ബിലാൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയേ, അങ്ങയുടെ മുൻപിന് പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തന്നല്ലയോ? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? അഫലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറാ. ഒരു നന്ദിയുള്ള അടിമയാകണ്ട ബിലാൽ, ഒരു നന്ദിയുള്ള അടിമയാകണ്ട ബിലാൽ, ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് ആലോചിച്ചു നോക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഗൗരവമുള്ള കാര്യമല്ലേ? എത്രത്തോളം ഗൗരവം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാതെ സുജൂദ് ചെയ്താൽ ഒരു തസ്ബീഹ് പോലും ചെയ്യാതെ എന്ത് ധൃതിയാണ് നമുക്ക്. ചാടി എഴുന്നേറ്റ് അടുത്ത റക്അത്ത് സുജൂദൊക്കെ നിമിഷ നേരം കൊണ്ട് ഒരു സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി പറയാൻ പോലുമുള്ള സമയം എടുക്കാത്ത വിധം ആളുകൾ ധൃതിയിലാണ്. പിന്നെ എങ്ങനെയാണ് ഒരു അടിമ അല്ലാഹു ആകുന്ന ഉടമസ്ഥനിലോട്ട് അടുക്കുക? എങ്ങനെയാ എടുക്കുകയും മനസ്സിലാവുന്നില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. നമ്മുടെ ഖൽബിൽ ചിന്തിക്കാനുള്ള ആ ഒരു അവസ്ഥയും അവസരവും അല്ലാഹു നൽകട്ടെ. അതിനുള്ള തലച്ചോറും ബോധവും അല്ലാഹു നൽകട്ടെ. കാരണം ഗൗരവമാണ്, ഗൗരവമാണ്. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദുആകളും തള്ളപ്പെടാനും സ്വീകരിക്കപ്പെടാതിരിക്കാനുമുള്ള കാരണക്കാർ നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെയാണെന്നുള്ള വിഷയത്തിൽ ഒരു തർക്കവുമില്ല. മറ്റുള്ളവന്റെ സുജൂദല്ല നീ നോക്കേണ്ടത്. നീ നോക്കേണ്ടത് നിന്റെ സുജൂദാണ്. ഞാൻ നോക്കേണ്ടത് എന്റെ സുജൂദാണ്. ആ എന്റെ സുജൂദ് എന്റെ റബ്ബിന് എത്രയാണ് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. സുജൂദിലങ്ങട്ട് വീഴുമ്പോ യജമാനനായ റബ്ബേ, നിന്റെ മുമ്പിൽ അടിമയായ ഈ ദാസൻ, ഒന്നുമില്ലാത്തവൻ, വെറും പാപി, കൊടും തെറ്റ് ചെയ്തവനായ, നികൃഷ്ടനായ, നിന്ദ്യനായ നിന്റെ അടിമ ഇതാ നിന്റെ മുമ്പിൽ വീഴുകയാണ്. ഒന്ന് പരിഗണിക്കണം റബ്ബേ എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ കൈവിടുമോ നമ്മളെ? സഹോദരങ്ങളെ, കൈവിടൂലല്ലോ. നമ്മൾ അപ്പോഴും അശ്രദ്ധരാണ്, നമ്മൾ അനാസ്ഥയിലാണ്, നമ്മുടെ ചിന്തകൾ വേറെ എന്തോ ലോകത്തോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പരാജയങ്ങളും പരിഭവങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും വേദനകളും യാതനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും ഒക്കെ മാറാതെ ആ വലയത്തിന്റെ ഉള്ളിൽ കിടന്ന് എട്ടങ്ങേറാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ ഗൗരവത്തോടെ ഈ സമയങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്. വെറുതെ അല്ല. വീഡിയോ കണ്ട് നല്ല കമന്റ്, നല്ല പ്രസംഗം, അല്ലെങ്കിൽ നല്ല സംസാരം, അല്ലെങ്കിൽ കൊള്ളാം, നല്ല സൗണ്ട്, നല്ല ശബ്ദം, നല്ല വീഡിയോ, ക്ലാരിറ്റി ഉണ്ട്, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നിങ്ങൾ ആ സമയത്ത് ദുആ ചെയ്യുമ്പോൾ ഒരു ദുആ ഈ സാധുവായ എന്നെയും ഇതൊക്കെ സജ്ജീകരിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ മാത്രം മതി. കാരണം ഇതൊരു അവസരം സോഷ്യൽ മീഡിയകളൊക്കെ ദുർവിനിയോഗം ചെയ്യുന്ന, സോഷ്യൽ മീഡിയകളൊക്കെ അനാശാസ്യങ്ങൾക്കും അവിശ്വാസങ്ങൾക്കും ഉന്മാദങ്ങൾക്കും ഉല്ലാസത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വൻ തലമുറ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരം സംവിധാനങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. എത്രയോ ആലിമീങ്ങൾ, എത്രയോ ക്ലാസ്സുകൾ അവരെടുത്തു തരുന്നുണ്ട്. ഇതൊക്കെ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരുപാട് ആലിമീങ്ങൾ ഇത്തരം വീഡിയോസുകളൊക്കെ ഇറക്കുന്നത് കൊണ്ട് പലരും അശ്രദ്ധരാവാണ്. പക്ഷേ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ട് പഠിക്കാൻ തയ്യാറാകണം, അത് ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ.
അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കാരണം നന്മയുള്ള കാര്യങ്ങൾ എവിടെയായാലും തേടിപ്പിടിച്ചെത്തുന്ന ഒരു നല്ല തലമുറ നമ്മുടെ ഇടയിലുണ്ട്. അവരെപ്പോലും അസ്വസ്ഥരാക്കുന്ന സോഷ്യൽ മീഡിയയിലെ ചില വികൃതികളും വൃത്തികേടുകളൊക്കെ അള്ളാഹു അത്തരം കാഴ്ചകളിൽ നിന്നും കേൾവികളിൽ നിന്നും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു, ഈ സമയങ്ങൾ നിങ്ങൾ ദുആ ചെയ്യുക. ഫജ്തഹിദൂ ഫീഹി ബിദ്ദുആ, ഈ സമയങ്ങൾ ദുആയിൽ നിങ്ങൾ വ്യാപൃതരാവുക. ഫഇന്നഹു ഫമിൻ അൻ യുസ്തജാബ ലക്കും, ഈ സമയത്തുള്ള നിങ്ങളുടെ ദുആക്ക് അല്ലാഹു ഉറപ്പായിട്ടും മറുപടി തരുന്നതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ. അയ്യദുഉ മുസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ദുആ ചെയ്യണേ. വയർഫഉ യദൈഹി ബിഹൈസു അയ്റാ, നിങ്ങൾ കൈകൾ രണ്ടും മേൽപോട്ട് ഉയർത്തി വെച്ച് ചേർത്ത് വെച്ച് അതോട് കൂടി ഇരുന്ന് ദുആ ചെയ്യേ. ഇങ്ങനെ കൈകൾ ചേർത്ത് വെക്ക, അല്ലാഹ് എനിക്ക് നീ നൽകണേ അല്ലാഹ്. ദുആ ചെയ്യുമ്പോൾ എല്ലാവരും അശ്രദ്ധരാണ്. ചില ആളുകൾ ഇങ്ങനെ കൈ കെട്ടുന്നു, ചില ആളുകൾ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ അശ്രദ്ധരായിട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹബീബായ തങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ലാ യഖ്ബലു ദുആ, ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഖൽബിൻ ഗാഫിൽ, അശ്രദ്ധനായ ഹൃദയത്തിന്റെ ഉടമകളായ ആളുകളുടെ ദുആ, ഒരു സയ്യിദാണ് ദുആ ചെയ്യുന്നത്, വലിയൊരു ആലിമാണ് ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിസ്കാര ശേഷം ഇമാമ് ദുആ ചെയ്യുന്നു, നീ കൈയൊന്ന് പൊക്കാൻ പോലും തയ്യാറാകുന്നില്ല. കൈയൊന്ന് പൊക്കി ഇങ്ങനെ ആമീൻ പറയാൻ, ഉറക്കമൊന്ന് ആമീൻ പറയാൻ, എന്താണ് ഇതിന് മടി സഹോദരങ്ങളെ? അശ്രദ്ധനായിട്ട് ഇത്ര അലംഭാവം നമുക്ക് എവിടെ നിന്നാണ് ഈ അലംഭാവം നമുക്ക് വന്ന് കയറിയത്? എവിടെ നിന്നാണ്? വേദനകൾ തോന്നും, അങ്ങനെയുള്ള കാഴ്ചകൾ തോന്നുമ്പോ യജമാനനായ റബ്ബിനോടാ ദുആ ചെയ്യുന്നത്. സമയങ്ങൾ, ശ്രേഷ്ഠമായ സമയങ്ങൾ പോലും നമ്മൾ അശ്രദ്ധയിൽ ആണ്ട് പൂണ്ടു പോവുകയാണ്. നമ്മൾ ഒരു അലസന്മാരായിട്ട് കൈ ഇങ്ങനെയൊക്കെ വെച്ച് ആമീൻ 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 ഇങ്ങനെ, അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ആത്മാർത്ഥ ആമീൻ. എന്താ ആമീൻ എന്ന് പറഞ്ഞാൽ? മഹാനായ ഇമാമുന ബൈളാവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ആമീൻ എന്ന് പറഞ്ഞാൽ ഇസ്തജിബ് ദഅവതനാ, ഞങ്ങളുടെ ദുആയ്ക്ക് നീ മറുപടി നൽകണേ അല്ലാഹ്. ഇതാണ് അതിന്റെ അർത്ഥം. അതങ്ങോട്ട് മനസ്സറിഞ്ഞ് ഇമാം ദുആ ചെയ്യും. അറബി ഭാഷയിൽ ദുആ ചെയ്യുക. അറബി ഭാഷയിൽ ദുആ ചെയ്യുന്ന ഖുർആനിലും ഹദീസിലുമുള്ള അതേ ദുആയാ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ദുആകൾ അങ്ങനെ ചൊല്ലുമ്പോൾ അതിന്റെ ഗൗരവവും അതിന്റെ ഭവ്യതയോടുകൂടി നമ്മൾ എങ്ങനെ ആമീൻ പറയുക. ഖുർആൻ ഓതുമ്പോ അതിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ഖുർആനാണെന്നുള്ള ബോധത്തോടുകൂടി അത് ശ്രദ്ധയോടെ കേട്ടിരിക്കുക എന്നതുപോലെ തന്നെയാ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഇഖ്ലാസോടെ ആമീൻ പറയുക. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോഴും ഭവ്യതയോടെ ഒന്ന് കണ്ണുനീര് വരണം. കണ്ണുനീര് വന്നില്ലെങ്കിൽ നീ അഭിനയിച്ചിട്ടാണെങ്കിലും ഒന്ന് കരയാൻ ശ്രമിക്കണമെന്നാണ്. കാരണം മനസ്സിൽ ഒരു നൊമ്പരം ഉണ്ടാക്കിയെടുക്കണം. ആ സമയത്തും കരയാൻ പറ്റാത്തവരുടെ ഹൃദയത്തിന്റെ കാഠിന്യം ഒന്ന് ആലോചിച്ചു നോക്ക്. നമുക്ക് ദുആ ചെയ്യുമ്പോൾ കരച്ചിൽ വരാറുണ്ടോ സഹോദരങ്ങളെ? നമുക്ക് എന്തേ കരച്ചിൽ വരാതിരിക്കാനുള്ള കാരണം? വയറ് നിറയെ ഭക്ഷണമാകുമ്പോ കണ്ണുനീര് വറ്റും, ഉണങ്ങും. പിന്നെ കണ്ണുനീര് വരില്ല, കൽബ് പിടയ്ക്കൂല. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, ഖിബ്ലയ്ക്ക് മുന്നിരുന്ന് ദുആ ചെയ്യ്. അത്തളറു വൽ ഖുശൂ, ഭയഭക്തിയോടെ തളറോടെ വിനയത്തോടെ റബ്ബിന്റെ മുമ്പിൽ കൈനീട്ട്. ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹ്, അശ്രദ്ധനായ ആളുകളുടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ഖുശൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തി, ഖുളൂ എന്ന് പറഞ്ഞാൽ വിനയാന്വിതനായ റബ്ബിന്റെ മുമ്പിൽ നീ ദുആ ചെയ്യുന്നതിനാ പറയാ. ആ രീതി മനസ്സിൽ ഇങ്ങനെ വരണം. വിനയാൻ ഒന്നുമില്ല അല്ലാഹ്, പാപിയാണ് അല്ലാഹ്, പാപമാണ് അല്ലാഹ്, നീ തരാത്തതായി നീ നൽകാത്തതായ ഒന്നും ഈ അടിമയ്ക്കില്ലല്ലോ അല്ലാഹ്.
ഇല്ലല്ലോ റബ്ബേ. ഒക്കെ ദുആയിൽ നമ്മൾ ശ്രദ്ധിക്കണം. റജബ് മാസമായാലും ശഅബാനിലായാലും റമളാനിലായാലും വെള്ളിയാഴ്ചയായാലും ഹജ്ജാണെങ്കിലും അറഫാ ദിവസമാണെങ്കിലും തഹജ്ജുദ് ആണെങ്കിലും ഒക്കെ ഈ മര്യാദകൾ നമ്മൾ പാലിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ കരുണയുള്ള അല്ലാഹ്, ധാരാളം ദുആ ചെയ്യാനായി ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ മുമ്പിൽ ദുആ ചെയ്യുമ്പോ ഒന്ന് കരയാ ഞങ്ങളുടെ ഖൽബിന് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എത്രയോ ആളുകളാ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക, എത്രയോ ആളുകളാ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. സുബ്ഹാനല്ലാഹ്, അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. എപ്പോ ദുആ ചെയ്യാലും ഹംദും സ്വലാത്തും സലാം, ഹംദും സ്വലാത്തും നിർബന്ധമായി ഉണ്ടാകണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ആരംഭത്തിൽ അത് പറഞ്ഞിട്ട് വേണം ദുആ ചെയ്യാൻ. ഈ മര്യാദകളൊക്കെ വളരെ കുറഞ്ഞ മര്യാദകളാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഇതെങ്കിലും ഒന്ന് പാലിക്കണം സഹോദരങ്ങളെ. ഹറാമ് തിന്നരുത്, ഹറാമ് കാണരുത്, ഹറാമ് ചിന്തിക്കരുത്. ഹലാലായ ഭക്ഷണം കഴിച്ച് നിസ്കരിച്ച് 5 വഖ്ത് നിസ്കരിച്ച് ഇഖ്ലാസോട് കൂടി നടന്നിട്ട് ദുആ ചെയ്. അല്ലാത്ത ദുആ ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല കേട്ടോ. ഇനി എത്ര അദബോട് കൂടി ദുആ ചെയ്താലും ഹറാം ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ ദുആയ്ക്ക് ഇജാബത്തില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് നല്ലവണ്ണം ദുആ ചെയ്യ്, നല്ലവണ്ണം ഒന്ന് ആമീൻ പറയണം. അല്ലാഹുവേ കരുണയുള്ള റബ്ബേ, പടച്ചവനേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കാണുന്നവരുണ്ട്. അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകി എന്ത് വിഷമമാണെങ്കിലും സങ്കടമാണെങ്കിലും നൊമ്പരമാണെങ്കിലും നീ മാറ്റിക്കൊടുക്കണം റബ്ബേ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആരോഗ്യം നൽകണേ അല്ലാഹ്. വീടില്ലല്ലോ എന്ന് പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് സ്വന്തമായ ഭവനം നീ നൽകണേ അല്ലാഹ്. കടങ്ങളെ നീ വീട്ടണേ അല്ലാഹ്. രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. അവസാന ആഖിബത്ത് നന്നായി ഈമാനോടുകൂടി ഒന്ന് മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.